സമൂസ, ജിലേബി പോലുള്ള പലഹാരങ്ങളിൽ ലേബൽ വെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കാനാണ് നിർദ്ദേശിച്ചതെന്നാണ് വിശദീകരണം. ക്യാന്റീനുകൾ, കഫേകൾ, ഓഫീസ് ലോബികൾ തുടങ്ങിയ ഇടങ്ങളിലാണ് ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കേണ്ടതെന്നും കേന്ദ്രത്തിന്റെ വിശദീകരണം വരികയാണ്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അർജുൻ, ഈ ജിലേബി, സമൂസ പ്രേമികൾക്കൊക്കെ അറിയേണ്ടതുണ്ട് എന്താണ് വസ്തുത, എന്താണ് യഥാർത്ഥ സംഭവം, എന്താണ് കേന്ദ്രത്തിന്റെ യഥാർത്ഥ നിർദ്ദേശം? അക്ഷയ, ഈ സിഗരറ്റ് പെട്ടികൾക്ക് പുറത്ത് എഴുതി വെക്കുന്നത് പോലെ ഒരു മുന്നറിയിപ്പ് ഒന്നും തന്നെ ഇനി മുതൽ അല്ലെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പലഹാരങ്ങൾ വിൽക്കുന്ന കടകളിലോ അല്ലെങ്കിൽ പലഹാര പാക്കറ്റുകളിലോ ഒന്നും തന്നെ എഴുതി വെക്കേണ്ടതോ ലേബൽ ഒട്ടിക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യങ്ങളില്ല. അത്തരത്തിൽ ഒരു നിർദ്ദേശവും പുറത്തിറക്കിയിട്ടില്ല. മറിച്ച് ഓഫീസ് ലോബികൾ, അതുപോലെ പല സ്ഥാപനങ്ങളിലെ ലോബികൾ, കഫേകൾ, കഫറ്റേരിയകൾ, ക്യാൻറ്റീനുകൾ, ഇവിടെയെല്ലാം തന്നെ ഓരോ ബോധവൽക്കരണ ബോർഡ് വെച്ചാൽ മതി. ഈ ബോധവൽക്കരണ ബോർഡ് എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇത്രത്തോളം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്, ഇത്രത്തോളം ആഡഡ് ഷുഗർ, അധിക ഷുഗർ അടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള ബോധവൽക്കരണ ബോർഡ് മതി. അത് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭക്ഷണശൈലിയിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം മതി. മാത്രമല്ല, സമൂസ, ജിലേബി, ലഡ്ഡു പോലുള്ള ഭക്ഷണങ്ങളോട്, സ്നാക്സുകളോട് ഒരു വിവേചനപരമായിട്ടുള്ള തീരുമാനവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവർ ഇപ്പോൾ ഔദ്യോഗികമായി. സമൂസയോടും ലഡ്ഡുവിനോടും ജിലേബിയോടൊന്നും ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ല എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. അവിടെ ഈ വസ്തുക്കളിലല്ല, അതായത് ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലല്ല, അതിനപ്പുറത്തേക്ക് അത് വിൽക്കുന്ന ഇടങ്ങളിൽ ബോധവൽക്കരണ ബോർഡ് വേണമെന്നുള്ളത് മാത്രമാണ് നിർദ്ദേശിച്ചതെന്ന് കേന്ദ്രം വിശദീകരിക്കുന്നു.